എനിക്ക് ചെറുപ്പല്ലൻ്റെ ഉള്ളിലും പോതില്ലേ മിന്നുകെട്ടി എന്തിന് കൊണ്ടുപോകും. എന്നാ ഷാർപ്പ് ചവിട്ടിയെടുത്ത ജീവിച്ചോട്ടെ. മുത്തല്ലേ ഓർമ്മ വഴി മാറിക്കോ ദാദാ തരുന്നുണ്ട് വഴി മാറിക്കോ വഴി മാറിക്കോ വഴി മാറിക്കോ ദാദാ സാഹിബ് വരുന്നേ വഴി മാറിക്കോ ദാദാ സാഹിബ് വരുന്നേ വഴി മാറിക്കോ. രണ്ടാളും അതിർത്ത് ഗാന്ധിന്റെ കൂടെ ഇനി ഇടയ്ക്ക് ഞാനൊന്ന് തീവ്രവാദിയായി. അങ്ങനെയാണ് അയ്യന്നെ ചേർന്നത്. അറിയാം. ചായ കുടിക്കൂ. വല്ലാത്തൊരു സങ്കടമായിട്ടാ ഞാൻ വന്നേക്കണേ. നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് നിശ്ചയില്ല. ഒരു മോനുണ്ട്, മോനുള്ളൂ. മിലിറ്ററിയിലെ ഇനി റിട്ടയറായി. ഇപ്പോ സെൻട്രൽ ജയിലില്ല, കൊലക്കാരൻ കാത്ത് കിടക്കാം. വലിയ കേസാ. ചാരപ്രവൃത്തി, രാജ്യദ്രോഹം. ദാദാ സാഹിബിന്റെ മോൻ രാജ്യദ്രോഹിയെ. അമ്പലത്തിൽ ബോംബ് വെച്ച് 111 ആളുകളെ കൊന്നൂത്ര എന്റെ മോൻ. മോൻ അങ്ങനെ ചെയ്യൂല. എന്റെ മോൻ നിരപരാധിയാ. പക്ഷെ എന്റെ കുട്ടിനെ തൂക്കിക്കയറ്റാൻ മാത്രം തെളിവുകൾ ഓല് ഉണ്ടാക്കിക്കണേ. ഈ മണ്ണിന്റെ പെറ്റും മാനക്കളും സ്നേഹിച്ചും എന്റെ കുട്ടിക്കും അതിന് തെളിവൊന്നും ഉണ്ടാക്കി വെക്കാൻ കഴിഞ്ഞില്ല. ദയാഹർജി കൊടുത്തിക്കണ്. കേസിന്റെ രേഖ ഒക്കെ ഉണ്ട്. ഗവർണറായിട്ടല്ല ഞങ്ങളുടെ അടുത്ത് വന്നത്. എന്റെ ലാരി ഭായിന്റെ കുട്ടിയായിട്ടാ. എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ പടച്ചോന്റെ പേരിൽ നിങ്ങൾക്ക് ആവത് ചെയ്യണം. എനിക്ക് വേറെങ്ങും പോവാനില്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ വരുമ്പോ ടിവിയിൽ ന്യൂസ് കാണുകയായിരുന്നു ഞാൻ. ന്യൂസില് അബൂബക്കറിന്റെ കാര്യം പറഞ്ഞു. അബൂബക്കറിന്റെ ദയാഹർജി തള്ളി. ഈ മാസം 15-ന് തൂക്കും. ആർക്കും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. കരയരുത്, ഈ സങ്കടപ്പെടരുത്. എന്റെ മോൻ ഉസറുള്ള ഒരു പട്ടാളക്കാരനാണ്. സുബേദാർ അബൂബക്കർ. വേറൊന്നും ഓർക്കണ്ടേ. യുദ്ധഭൂമിയിലാണെന്ന് മാത്രം കരുതുക. രക്ഷപ്പെടാൻ വയ്യില്ലാത്ത യുദ്ധം. രാജ്യസ്നേഹികളും രാജ്യദ്രോഹികളും തമ്മിലുള്ള യുദ്ധം. അത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. കൊല്ലമരത്തിന്റെ മുമ്പിലും എന്റെ മോൻ ഒരു ആൺകുട്ടിയാവണം.
അന്നെ ചതച്ച് വീഴ്ത്തിയ മരണത്തിന്റെ മുഖത്ത് കാറി തുപ്പിട്ട് പോണ എന്റെ മോൻ. ഇത് ചെയ്യാൻ ബാക്കി വെച്ച് ചെയ്ത് തീർത്തിട്ട് പാപ്പന്റെ കൂടെ എന്റെ മോൻ സമാധാനായിട്ട് പോ. സമയമായി. വകുപ്പുണ്ടായിരുന്നു. കിളവനെ അത് ഏതോന്നി വിട്ടതാ, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ ചേർത്ത് നിർത്തി തൂക്കായിരുന്നു. എന്നതായാലും IG സ്കറിയ സക്രിയയുടെ സർവീസ് റെക്കോർഡാണ് റെക്കോർഡ്. ഒരു രാജ്യദ്രോഹിയെ തൊണ്ടിയോടെ പൊക്കുക, അവനെ കഴിവേറ്റിയെടുക്കുക, രണ്ടും പരിശുദ്ധമായി ഈ കൈകൾ കൊണ്ട്. മോളിലിരിക്കുന്ന അവന്റെ ഓരോ കളികളെ അല്ല, ഇതാര് സായിബോ? ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടിക്കണ്. പച്ചലേ, മോളിരിക്കുന്നതിന്റെ കളി ഇതുകൊണ്ടൊന്നും തീരൂല്ല സാറേ. സായിബ് പറഞ്ഞത് ഉള്ളതാ. കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തന്റെ പുന്നാര മോനെ പോലെയുള്ള രാജ്യദ്രോഹികൾ, പാകിസ്ഥാൻ ചാരന്മാര് എമ്പാടുമുണ്ടല്ലോ രാജ്യത്തിനിയും. മുഴുവൻ എണ്ണത്തിനെ നുള്ളിപ്പെറുക്കി കഴിവേറ്റിയെടുക്കാതെ ഈ കളി തീരില്ല. തീർക്കാൻ ഈ കറിയാറ്റം സമ്മതിക്കില്ല സാഹിബേ. കള്ള ഹിമാറേ, മോന്റെ ചോര കുടിച്ചാലേ അനക്ക് സമാധാനാവുന്നുണ്ടെങ്കിൽ മോനെ കൊണ്ടുപോയി കൊന്നു തിന്നോളി. പക്ഷെ എന്റെ മോനെ ഈ പാകിസ്ഥാൻ ചാരെന്നും രാജ്യദ്രോഹി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ല, വിഷം തുപ്പണന്റെ നാവരിഞ്ഞ നായക്കിട്ട് കൊടുക്കും. അനക്കറിയൂല സാഹിബിനെ. പിന്നെ ചുമ്മാ തുള്ളാതെ മൂപ്പിന്നെ വയസ്സാങ്കാലത്ത് ഞരമ്പുളുക്കും. രാജ്യസ്നേഹവും പറഞ്ഞ് ഇവിടെ ഉണ്ടുകൂറി കിടക്കുമ്പോഴും തന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. പാകിസ്ഥാൻ ഇബ്ലീസുകളെ വിശുദ്ധ രാജ്യം. നീയൊക്കെ വാലാട്ടുന്നത് അവന്മാർക്ക് വേണ്ടി തന്നെയാ. എന്താ അറിയോ, നിസ്കാര തൈമ്പ് ഈ മണ്ണിൽ നെറ്റി ചേർത്ത് വെച്ച് ഒരു ആയുസ് മുഴുവനും റബ്ബുൽ ഇസ്സത്തായ പരമകാരുണികനായ തമ്പുരാൻ സുജൂദ് ചെയ്തതിന്റെ അടയാളം. തൂത്താലും തുടച്ചാലും കൈത്തെടുത്തിട്ടാലും ഒന്നും അയൂല. കാരണം എന്താ അറിയോ, ഇതിൽ സത്യമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ സത്യമല്ല, ഈ മണ്ണിന്റെ ഇന്ത്യന്റെ സത്യം. ഞാനും എന്റെ കുട്ടികളും മുലപ്പാല് കുടിക്കുന്ന പോലെ അനുഭവിച്ചറിഞ്ഞ സത്യം. അത് തിരിച്ചറിയണമെങ്കിൽ എന്റെ ഈ പേ പിടിച്ച തെരുവുനായന്റെ ജന്മം കളഞ്ഞ് ഈ ഒരു യഥാർത്ഥ ഇന്ത്യനായിട്ട് ജനിക്കണം. ഒരു ഉസുറുള്ള ആൺകുട്ടിയായിട്ട് ജനിക്കണം. ഈ ജന്മം എടുത്താലും എന്നെ കണ്ടതിന് കഴിയൂല. എന്റെ അതൊരു ആണും പെണ്ണും കെട്ട ജന്മല്ലേ. ലാഹോറിലെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും പെറ്റ നാടിന് ഒറ്റിക്കൊടുത്ത ഇന്ത്യക്കാരായ ഇബ്ലീസുകളെ നെഞ്ചില് ഇരുമ്പും കൂടം പോലെ 1000 തവണ വീണ കയ്യാത്. ഗ്രഹണി പിടിച്ച എന്റെ നെഞ്ചും കൂടെ തകർക്കാൻ ഇന്നൊരു ചെറുപറിൽ വേണ്ട സാഹിബിന്. അറിയോ കണക്ക്? അടിക്കണോ അടിക്കണോ അടക്കണ്ടേ? कृपया करके हम लोगों को बचाइए। सब कॉलोनी वासियों को वो लोग मार रहे हैं। बंद कर दो ये बदतमीजी. നിന്റെ തലയിൽ ദൂരെ അറിയാത്തത് നീ ഒരു മുസൽമാനായതുകൊണ്ടാണ്. ഒരൊറ്റ ഹിന്ദുവിനെ ഈ ഭൂമിക്ക് മേലെ ഞങ്ങൾ വെച്ചേക്കില്ല. ഇസ്ലാമിന്റെ പരിശുദ്ധ രാജ്യത്തിന് വേണ്ടി ആയുധം എടുക്കുക. जिहाद के लिए लड़ो और मरो. क्या मरना है, क्या लगता है, क्या है तुम्हारा जिहाद? ആയിരക്കണക്കിന് പാവങ്ങളെ കൊന്നൊടുക്കിട്ട് ഈ ഉണ്ടാക്കുന്ന രാജ്യം ഉണ്ടല്ലോ, അത് അള്ളാന്റെ അല്ല, ശൈത്താന്റെയാണ്. യഥാർത്ഥ സത്യവിശ്വാസി മനുഷ്യനെ സ്നേഹിക്കുന്നവനാവണം, നാട്ടിനെ സ്നേഹിക്കുന്നവനാവണം, അല്ലാണ്ട് പാവങ്ങളെ കൊന്നൊടുക്കുന്നവനല്ല. അത്രമാനെ അള്ളാന്റെ റസൂലിന്റെ പേരിൽ എന്റെ അടുത്ത് ഞാൻ പറയാണ്, ഈ പാവങ്ങളെ ഈ വെറുതെ വിട്. വിട്ടില്ലെങ്കിൽ ചൊല്ലു പൂവേ, നിന്നിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ? നിന്നെ ഇഷ്ടമാണോ? നിനക്കിഷ്ടമാണോ? നിന്നെ ഇഷ്ടമാണോ? നിനക്കിഷ്ടമാണോ? പൂനിലാവു നെയ്തോ ഉടവ തന്നു മാറും അല്ലിയാമ്പൽ പൂവേ, ചൊല്ലു പൂവേ, നിന്നിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ?
പിടിച്ചോ. ഫിറ്റായിട്ട് ഇവിടെ കിടന്ന് വാള വെക്കരുത് കേട്ടോ. നഹി ഇത് നഹി. നഹി നഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് മോന്തുവാണല്ലോ. മോന്തുടാ മോന്തും. അതാണ് പട്ടാളക്കാരൻ, ആര്? എന്റെ കൂട്ടുകാരൻ. പാപ്പ എങ്ങനെ ഇങ്ങോട്ട് വന്നാ ഇവിടെ ഇപ്പൊ കൊലപാതകം നടക്കും. പാപ്പന്റെ കംസന കൊല്ലാൻ? അല്ല, എനിക്ക് മനസ്സിലാവേണ്ടി ചോദിക്കാ. സ്വന്തം വീട്ടിലിരുന്ന് ഒരു പെഗ് റമ്മ് പോലെ അടിക്കാൻ വായിക്കുന്നവൻ എങ്ങനെ പട്ടാളക്കാരനാവാ? അപ്പൊ അത് ഞാൻ പറഞ്ഞ ഈ പട്ടാള രാത്രി പുള്ളുണ്ട്. ഇനി വേണം. അതെ സാഹിബേ, ആ. ഇതിപ്പോ നമ്മുടെ പഴയ മന്ത്രി കണ്ട പ്രശ്നമാവുമല്ലോ. ഏത് മന്ത്രി? ഉദ്ഘാടനത്തിന് നിലവിളക്ക് കണ്ടപ്പോ ഹാലിളകിയ മൂപ്പരെ മുസൽമാന് നിലവിളക്ക് ഹറാമാണെന്നല്ലേ ആ വിദ്വാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജീവിക്കണോലിക്ക് ഇവിടത്തെ കാറ്റ് ചൊറിച്ചിലുണ്ടാക്കുന്നു പറയണത് ബസലത്തര. ഞാനും എന്റെ കുട്ടികളും ഈ മണ്ണിൽ ജനിച്ചു വളർന്നൂല. ഇവിടത്തെ ഒരു ആചാരവും ഞമ്മക്ക് ഹറാമല്ല. ഈ ഉത്സവവും പെരുന്നാളെന്നൊക്കെ പറയണത് മനുഷ്യന്മാരുടെ ഒത്തൊരുമക്കും കൂടെ വേണ്ടിയിട്ടാ. ജാതി മതമൊക്കെ അവനവന്റെ മനസ്സിലാ. നിങ്ങളെ വിശ്വാസം നിങ്ങൾക്ക്, ഞമ്മളെ വിശ്വാസം ഞമ്മൾ. അതിലൊരു ഉറപ്പുണ്ടായാൽ മതി. ഞമ്മളതിന് ഈമാൻ എന്ന് പറയും. നിങ്ങൾക്ക് മോര് വേണം. അനന്ത കുടിക്കാം. നിങ്ങൾക്ക് വേണം? കുടിച്ചോ. ആ ചേകര, അനക്ക് മാണ്ടടോ മോര്? പിന്നെ അതിപ്പോ എന്താ ചോദിക്കാൻ? 30 വർഷമായിട്ടുള്ള ചടങ്ങല്ലേ. തളിയൂരമ്മയുടെ എഴുന്നള്ളിപ്പിന് സാഹിബിന്റെ മോര് കുടിക്കാതെ നടക്കച്ചെല്ലാൻ പാടുണ്ടോ? ശ്രീ അയ്യപ്പനെ കാണണമെങ്കിൽ ആദ്യം വാവര് സ്വാമിയെ വണങ്ങണം, അല്ലേ സാഹിബേ? അപ്പോ ഇവിടെ ഓനും ചെങ്ങായി ചാഞ്ചാടും മോഹത്തിൻ തേൻചോരും പൂക്കളുമായി, ചാഞ്ചാടും മോഹത്തിൻ തേൻചോരും പൂക്കളുമായി കരളകമറിയണ കനവുകൾ ഉണരണ നിറകതിരൊഴുകണ മാനത്ത് രസമത് വഴിയണ കളിച്ചിരികളുമായി കതിരൊളി ചിതറണ മൊഴിമഴ തഴുകി ഭഗവതിക്ക് താലപ്പൊലിന്നല്ലേ കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ. തളിയൂർ ഭഗവതിക്ക് താലപ്പൊലിന്നല്ലേ കനിവുള്ളോരമ്മയ്ക്ക് തിരുനാളും വന്നല്ലോ. അടിമല അബൂബക്കറെയും അവന്റെ വാപ്പ ദാദാ സാഹിബിനെയും വർഷങ്ങളായി അറിയുന്നവനാണ് ഞാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഒരുപാട് ഇടിയും തൊഴിയും കൊണ്ടതാ സാഹിബ്. ആ ചോരത്തിളപ്പ് അബൂനും കാണും. പോരാത്തതിന് അവനൊരു പട്ടാളക്കാരനും. നിങ്ങൾ അവനെ കൂട്ടം കൂടി അടിച്ചിടുക എന്നൊക്കെ പറഞ്ഞ എന്തിനൊരു മര്യാദയൊക്കെ വേണ്ടേ? അവൻ ക്രിമിനൽ പുള്ളിയൊന്നും അല്ലല്ലോ. ആര് പറഞ്ഞു അല്ലെന്ന്? അവൻ ചെയ്ത പോക്കൃത്തരം എന്താണെന്ന് MLA ക്ക് അറിയാവോ? വഴി കിടന്ന് കിട്ടിയ തോക്ക് ഇവിടെ കൊണ്ട് തന്നതാണോ പോക്കൃത്തരം? SP ഓഫീസിൽ തല്ലുണ്ടാക്കിയവന് ഞങ്ങൾ എന്തോ ചെയ്യണം? പൂവിട്ട് പൂജിക്കണം. ആയുധ കള്ളക്കടത്തിന് നിങ്ങളും കൂട്ടു നിന്നു തോന്നിയപ്പോഴാ അബു നിങ്ങളെ തല്ലിയത്. നിങ്ങൾ ഇവിടെ നിയമം പരിപാലിക്കുന്നവരാണെങ്കിൽ ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിച്ചിരുന്നവൻ അബു. ഏതായാലും വളരെ മോശമായി പോയി SP. ആ തൽക്കാലം അബു വയ്ക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്റെ മണ്ഡലത്തിന്റെ പരിധിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ആ ആയുധക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തിയിരിക്കണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണപ്പന്തൽ വന്ന് അവരവനെ പിടിച്ചോണ്ട് പോയാൽ അതിലും വിഷമാവില്ലേ? ഈ എന്നെ പോയി അവനോടൊന്ന് പറ. ദേവാരൂട്ടി താൻ എന്നെ ചുണ്ടുപിടിപ്പിക്കരുത്. അവന്മാരാരാണെന്ന് തനിക്കറിയോ? 2 ദിവസത്തിനകം പട്ടാളം നേരിട്ട് വന്ന് SP തൂക്കിയെടുത്തോണ്ട് പോകുമ്പോ അറിയും അബു ചെയ്ത നല്ല കാര്യം എന്തായിരുന്നു. ആ 2 ദിവസത്തേക്ക് താൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണമെന്നാ എന്റെ സാഹിബിന്റെ അഭിപ്രായം. ശേഖരമാമ എന്ത് വർത്തമാനായി പറയുന്നത്? എന്റെ ആയിഷമോളുടെ നിക്കാഹിന് ഞാനിവിടെ വേണ്ടെന്നോ? അത് ഈ തെമ്മാടികളെ പേടിച്ച്? തെമ്മാടികളായതുകൊണ്ടാണ് സൂക്ഷിക്കേണ്ടത്. നിയമവും അധികാരമൊക്കെ അവരുടെ കയ്യിലാ. എന്ത് ചെയ്യാൻ മടി കാണിക്കല. നിക്കാഹിനെക്കാളും വലുതാണ് എനിക്ക് നിക്ക. രാത്രിയിലെങ്ങനും വല്ല പോലീസും വന്ന് നിക്കാനെ പിടിച്ചോണ്ട് പോയാ ഞാൻ പിന്നെ ഈ നിക്കാഹിന് സമ്മതിക്കില്ല. ചേട്ടാ, ഇത് വലിയ പുലിവാലല്ലോ. നീ കരയാതെ. രാത്രി ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. എന്നിട്ട് രാവിലെ നിക്കാഹിന് മുമ്പ് എത്തിക്കോളാം. എന്താ, സമാധാനായോ? ആ ഞാനൊന്ന് അമ്പലം വരെ പോവുക. ആ. ഇന്ന് ആറാട്ടല്ലേ? ആ മോള് വരുന്നില്ലേ? കൊടിയേറ്റ് കണ്ടാ കൊടിയിറക്കും കാണണമെന്നാ.
എന്നാ ആയിഷയും കൂടി വാ. ഞാൻ വരുന്നില്ല, ചേച്ചി പോയിക്കോ. എല്ലാ ആറാട്ടിനും നീ വരുന്നതല്ലേ, ഇന്നും മുടക്കണ്ട. ഇതിന്റെ അവസാനത്തെ ഉത്സവം കാണാനാണ്. ആ കുണ്ടോട്ടിക്കാരൻ കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഉത്സവം ഉണ്ടാവില്ല, ആറാട്ടം ഉണ്ടാവില്ല. ചെല്ല് ചെല്ല്. പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ലെന്നേ, നിങ്ങൾ വേഗം അമ്പലത്തിലേക്ക്. ശരി, വാ കുട്ടികളെ. എന്തേ നീ ഇതാരിന്റെ ഫോണ്? അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബാ? 9:30 ഇത് പൊട്ടും. ഏതോ സപ്പറിന്റെ മെസ്സേജാ. MLA മുഹമ്മദ് കുട്ടി. ഈ നേരാണ് ഈ പറയണത്? ആയിരിക്കും. ഒന്നിനും മടിക്കാത്ത ദുഷ്ടക്കൂട്ടങ്ങൾ അവര്. എങ്ങോട്ടാണ് നീ ഓടുന്നത്? അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. 9:30 മണിക്ക് അത് പൊട്ടിത്തെറിക്കും. അബുവിനോട് എന്റെ വീട്ടോട്ട് വരാൻ പറ. അവിടെ ആകുമ്പോൾ ആരും സംശയിക്കില്ല. വേണ്ട, സാഹിബ് ഇപ്പൊ അയാളെ വേണമെങ്കിൽ മാറ്റിട്ടുണ്ടാവും. അബു വരുന്നു. ഡോക്ടർ, അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരോടും മാറിക്കോളാൻ പറ. ബോംബോ? ഞാൻ പറയുന്നത് സത്യമാണ്. ശേഖരമാമേ, ആയിഷാദ്രൊക്കെ ഇവിടെ. അയ്യോ എന്റെ ഭഗവതി! ആനക്കുട്ടിലും ചുറ്റമ്പലത്തിന് ബോംബുണ്ട്. എല്ലാവരും ഓടിക്കോ, എല്ലാവരും ഓടിക്കോ. ബോംബ് വെച്ചിട്ടുണ്ടേ. സ്വാമി, ആനക്കുട്ടിലും ചുറ്റമ്പലത്തിലും ബോംബ് വെച്ചിട്ടുണ്ട്. ആൾക്കാരോട് ഓടി മാറാൻ പറ. എന്ത് അസംബന്ധമാണ് ഈ പറയണത്? ക്ഷേത്രത്തിനകത്ത് ബോംബോ? തനിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഓടിക്കോ. പടച്ചോനെ വിചാരിച്ച് ഞാൻ പറയുന്നത് വിശ്വസിക്കുക. പടച്ചോനല്ല, ഇവിടെ ഭഗവതിയാ. ഒരു മുസൽമാനായ താൻ ഈ ക്ഷേത്രത്തിൽ ഉത്സവം മുടക്കാമെന്നാണല്ലേ? ഇവനെ അകത്തേക്ക് വിടരുത്. നിങ്ങൾ എന്നെ വേണ്ടി പാവങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞില്ല. ബോംബ് എന്നിട്ട് ആനക്കുട്ടിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ മാറി നിൽക്കാൻ പറ. അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ. ആകയാൽ തളിയൂർ ദേവി ക്ഷേത്രത്തിൽ നടന്ന ബോംബ് സ്ഫോടനവും തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളും 1-ാം പ്രതി തട്ടാൻ കൊല്ലിയിൽ TM അബൂബക്കർ ബോധപൂർവം ആസൂത്രണം ചെയ്തതാണെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് സ്വന്തം രാജ്യത്തെ തകർക്കാൻ മനുഷ്യത്വരഹിതമായ നരഹത്യകൾ ആസൂത്രണം ചെയ്ത പ്രതിയെ പ്രോസിക്യൂഷൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മരണം വരെ തൂക്കാൻ ഈ കോടതി വിധിക്കുന്നു. വിധി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. വിശ്വസിച്ചു. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. പൊറുക്കണം. സാരമല്ല രവി, നിന്റെ സ്ഥാനത്ത് ആരായാലും അത് തന്നെ ചെയ്യും. അബൂബക്കർ നിരപരാധിയാണെന്ന് വിശ്വസിക്കാൻ ഇവരെ പോലെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നും. അവരുടെ കൂട്ടത്തിൽ ഇപ്പൊ നീ ഒരാൾ കൂടി. സന്തോഷം. പക്ഷെ അതുകൊണ്ടായില്ല. ദാദാ സാഹിബിനെയും മകനെയും രാജ്യദ്രോഹികളെന്ന് വിളിച്ച ലോകം അത് തിരുത്തി പറയുന്ന ഒരു ദിവസം. അതാണ് എന്റെ ലക്ഷ്യം. അബുവിന്റെ ലക്ഷ്യം നിറവേറ്റണം. അതിന് തന്നെയാണ് ഈശ്വരൻ നിനക്ക് ജീവൻ തിരികെ തന്നത്. പക്ഷേ അന്റെ എതിരാളികൾ ചില്ലറക്കാരല്ല. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഞമ്മളെ നിയമത്തിനെ കാറ്റി പറത്തിയും കണ്ട് സത്യമായ എല്ലാ തെളിവുകളും നമ്മൾ നിർത്തിയിട്ടും അതിനെ എല്ലാം പിച്ചി ചീന്തി കളഞ്ഞിട്ട് അന്നെ തൂക്കിലേറ്റിയ ഓല് ഇപ്പൊ പണ്ടത്തെക്കാളും കരുത്തന്മാരാണ്. നാട്ടിന് ഒറ്റക്കൊടുത്ത പൈസ കൊണ്ട് മുഹമ്മദ് കുട്ടി പുതിയ പാർട്ടി ഉണ്ടാക്കി ഓൻ അതിന്റെ നേതാവുമായി. സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുള്ള മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളുകളെ പോലും ജാതിന്റെ മതത്തിന്റെ പേരിൽ ഓൻ വൈതെറ്റിക്കാണ്. ഇസ്ലാമിന് നിരക്കാത്ത ഇക്കണ്ട പണികൾ മുഴുവനും ചെയ്തിട്ടും ഓൻ നാളെ ആഭ്യന്തരമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണ്. നിസ്വാർത്ഥ ഭക്തനായി ചമഞ്ഞ് ശങ്കരമഠത്തിൽ കടന്നുകൂടിയ മറ്റൊരു കള്ളനാണ് ആത്മസ്വരൂപൻ. ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കേണ്ട അയാൾ ഹിന്ദുസ്ഥാനെ ഒറ്റുകൊടുത്ത് കോടീശ്വരനായിരിക്കുന്നു. അറിയാം ഡോക്ടർ, എല്ലാം അറിയാം. ആത്മസ്വരൂപനേക്കാൾ അപകടകാരിയാണ് IG സ്കറിയ സക്കറിയ. മുഹമ്മദ് കുട്ടീനെ ഐജിനെ സാമീനെ മാത്രം ശിക്ഷിച്ചുകൊണ്ട് എന്റെ കടമ തീരൂല മോനെ. ദാദാ സാഹിബിന്റെ മോന് ഈ നാട്ടിനോടൊരു കടമുണ്ട്. അത് നിറവേറ്റണമെങ്കിൽ ഓലേക്ക് മോളിലൊരുത്തനുണ്ട്, സപ്പർ. ഓനെയ്യെ പിടിക്കണം. സപ്പർ ഇന്ത്യയെ ഒറ്റക്കൊടുക്കുന്ന പ്രധാന ഏജന്റ്. ഇനിയൊരിക്കൽ മരണം വരെ തൂക്കിലേറേണ്ടി വന്നാലും സപ്പറിന്റെ അന്ത്യം ഞാൻ കുറിച്ചിരിക്കും. വളരെ സന്തോഷം.
ഈ ദാദാ സാബ്ജിയാണ് സത്യത്തിൽ എന്റെ ആത്മീയ ഗുരു. ഏയ്, ഞാൻ അതിന് മാത്രം വലിയ ആളൊന്നുമല്ല. എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ടൊന്ന് കാണാം, ഒരു കാര്യം പറയാൻ. അതിനെന്താ, ഇരുന്നാട്ടെ. മറ്റാരും ഇല്ലെങ്കിൽ എന്നാ ഇനി. എന്നാ അകത്തേക്ക് ഇരിക്കാം. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. നൂറുദ്ദീനെ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം. വന്നാട്ടെ. സാഹിബ്ജിക്ക് എന്താ കുടിക്കാൻ? ഒന്നും വേണ്ട. സാഹിബ്ജി, സത്യപ്രതിജ്ഞ ചെയ്ത് ഓഫീസിലേക്ക് ചെന്ന് കയറിയ ഞാൻ ആദ്യം ഒപ്പിട്ട ഫയൽ ഏതാണെന്നറിയാവോ? പറഞ്ഞാ വിശ്വസിക്കൂല. ദാദാ മുഹമ്മദ് സാഹിബിന് സ്വാതന്ത്ര്യ സമര പെൻഷൻ അനുവദിക്കാനുള്ള ശുപാർശ. അതിന് ഞാൻ പെൻഷൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ മുഹമ്മദ് കുട്ടി. അതെ, അപേക്ഷിച്ചിട്ടില്ല. പക്ഷെ ഞാൻ തന്നെ ഒരെണ്ണം എഴുതി ഉണ്ടാക്കി ഫയലിൽ വെച്ചു. എന്നിട്ട് ഒപ്പിട്ട് മുകളിലേക്ക് അയച്ചു. അത് എന്റെ കടമ. ഇങ്ങനെ പോലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മുസൽമാൻ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് വേറെ ഉണ്ടോ സാഹിബേ? നിങ്ങളില്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കൂ, ജാലിയൻ ബാലാബാഗ് നടക്കൂ. ചരിത്രമൊക്കെ എനിക്കും അറിയാം. ഫയല് കൈയോട് ഒപ്പിട്ട് കൊടുക്കുമ്പം സെക്രട്ടറി ഒരു ചോദ്യം, സാറേ ഇത് തൂക്കിക്കൊന്ന അബൂബക്കറിന്റെ വാപ്പയല്ലേ, പ്രശ്നമാവില്ലേ? ഞാൻ പറഞ്ഞു, അബൂബക്കറിനെ തൂക്കിക്കൊന്നെങ്കിൽ അത് അവന്റെ പിറപ്പുകേട്. അതിന് ദാദാ സാഹിബ് എന്ത് പഴിച്ചു? ചെറിയ പയ്യനാ, IAS പാസ്സായി കസേര ഇരുന്ന മൂച്ചും. സാഹിബിന്റെ ഒന്നും ചരിത്രം അവന് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ വിസ്തരിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു. അത് നന്നായി. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, ഞാൻ എന്നതായി കാണുന്നേ? കോട്ടയത്ത് നിന്ന് 110 പിടിപ്പിച്ചിട്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയത്. അയ്യോ, ഇനി ചത്താലും കുഴപ്പമില്ല. എന്നതായാലും താൻ കേറി അന്ന് തന്നെ എന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ഇതാണോ സ്നേഹം? ഇനി നമുക്കൊന്ന് കലക്കണം. ആഭ്യന്തരം അല്ലയോ കൈ കിട്ടിയിരിക്കുന്നേ. താനെ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ, ഞാനൊന്ന് മുത്തട്ടെ. റോമിലെ പോപ്പിന് കൊടുക്കേണ്ട മുത്തവ, ഇനി മുതൽ താനാണോ കോപ്പ എന്റെ പോപ്പ്? ഒന്നിന് മുത്തട്ടെ, ഒന്നിന് മുത്തട്ടെ. ഉമ്മ ഉമ്മ ഉമ്മ. സാഹിബ്? ഏത് സാഹിബ്? ഈടോ സാഹിബെന്ന്. അയ്യോ, സാഹിബിനെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. സുഖം തന്നെയല്ലേ? ഓ, കേട്ടോ കറിയാച്ചാ, പറഞ്ഞാട്ടെ. ഞാൻ സാഹിബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അബൂബക്കറിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഈ തങ്കപ്പെട്ട മനുഷ്യൻ കുറെ തീരുന്നു. ഇനി അതിന്റെ കാര്യമുണ്ടോ? മുഹമ്മദ് സാഹിബിന് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. അത് തന്നെയാ വേണ്ടത്. ചെക്കൻ പോയതോടെ സാഹിബിന്റെ കാലക്കേട് പോയെന്ന് കൂട്ടിക്കോ. ഇനിയിപ്പോ ഞങ്ങളെല്ലാം ഉണ്ടല്ലോ. പിന്നെ DGP എന്ന് കണ്ടേച്ചു വരട്ടെ, അതാണല്ലോ ചട്ടം. അപ്പൊ ശരി, ഞാൻ വരട്ടെ സാഹിബേ. മുഹമ്മദ് കുട്ടിയും കറിയാച്ചനും ഒക്കെ ദാദാ സാഹിബിനെ ഇത്രയും സ്നേഹിക്കണമെന്നുള്ളത് ഇപ്പോഴാ മനസ്സിലായി. മനസ്സിലായല്ലോ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അല്ലാ, അത് മതി. അതുകൊണ്ട് മുഹമ്മദ് കുട്ടി, ഒരു ചെറിയ കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളി, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളി. ആരാണ് മോനെ ഈ സപ്പറ്? ആ സപ്പറ്. നിന്റെയൊക്കെ മോളിലിരുന്ന് ഈ അറാം പറന്നോന്റെ പ്രേതം ഈയൊക്കെ കൂടെ കെട്ടിത്തൂക്കില്ലേ അബൂബക്കർ ഓന്റെ പ്രേതം. ഹലോ ഹലോ ഹലോ. അബൂബക്കറിനെ കൊലക്കയറി കുരുക്കിയിട്ട് ജീവിതം ഘോഷിക്കാൻ തുടങ്ങായിരുന്നു. നിന്നെയൊക്കെ ഈ മണ്ണി ബാക്കി വെച്ചിട്ട് എനിക്ക് പോകാൻ കഴിയുമോ മുഹമ്മദ് കുട്ടി? പറയേ, ആരാണ് സപ്പർ? അത് പറഞ്ഞാൽ ചിലപ്പോ സ്വാമി ഒരു കാര്യം ചെയ്യും, അങ്ങേരെ തഞ്ചത്തെ വിളിച്ച് ആശ്രമത്തിൽ കൊണ്ടുപോയി ആരേലൊരു കറുത്ത അത് ജനിച്ച് കേട്ടു. ദേ നിൽക്കുന്നു. എവിടെ കൂടെയെല്ലാം വണ്ടി ഓടിയിരുന്നോ സാഹിബിന്റെ വീടൊന്ന് കണ്ടുപിടിക്കാൻ? അല്ല, സിറ്റിയൊക്കെ വിട്ട് ഈ പട്ടിക്കാട്ടിൽ എന്താ കൂടിയിരിക്കുന്നേ? അത് ചില പോലീസ് നായ്ക്കളെ പേടിച്ചിട്ട്. അത് നമ്മക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. അപ്പോൾ തളിയൂർ ഗ്രാമമൊക്കെ വിട്ട് ഇവിടെ തിരുവനന്തപുരത്തൊന്ന് താമസിക്കാൻ എന്തോ കാര്യമുണ്ടല്ലോ. നിങ്ങള് ബന്ധ കാര്യം പറഞ്ഞിട്ട് പോയില്ലെങ്കിലോ? ഭൂമികളും ശ്രമിച്ചോനാ സാഹിബ്, ഇനി എന്നെ പരീക്ഷിക്കരുത്. അല്ല, ഇയാൾ ആരുവാ? ദിവാൻ പേഷ്കാരോ?
ചേട്ടാ ഈ റാസ്കൽ ഇവിടെ എത്തി. തനിക്ക് ആൾമാറാട്ടം അറിയാവോ? എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ? ഇന്നലെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ വെച്ച് കണ്ടത് തന്നെ അല്ലായിരുന്നോ? അതിലെന്താ നിങ്ങൾക്കൊരു വിശ്വാസക്കുറവ്? നിങ്ങളെന്താ കള്ളു കുടിച്ചിട്ടുണ്ടായിന? കേറി നോക്കണോ? സർ, ഇതിനെന്താ പുറകെ കയറുന്നത്? കാര്യമുണ്ട്, സെർച്ച് ചെയ്യാൻ വാറണ്ടും ഉണ്ട്. അതിനെന്താ എത്ര വിരളുന്നത്? അല്ല സാഹിബേ, തനിക്കൊരു മോനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അബു? എത്ര മക്കളുണ്ടായെന്ന് അന്നെ അറിയിക്കേണ്ട കാര്യമില്ല. ഉണ്ട്. തനിക്ക് അബുവിനെ പോലിരിക്കുന്ന വേറൊരു മകനുമുണ്ട്. അവനല്ലേ ഇന്നലെ തന്റെ വിഷത്തിൽ ബോടക്കത്തിനും കാണിക്കണം. ഓ മുക്ക്. ക്ഷമിക്കണം, ഞാനൊരു പരീക്ഷണം നോക്കിയതല്ലേ. പാപ്പാന്റെ താടിക്ക് പിടിച്ചിട്ടാണ് നമുക്ക് പരീക്ഷണം നടത്തുന്നത്. ഇവിടെ ആരും ഇല്ല സർ. ആരുമില്ലല്ലേ? കമോൺ. ആ മന്ത്രിക്കോപ്പനെ ഇടിക്കണം. ഒന്ന് മുടിക്കാൻ കഴിക്കും. അവിടെ നിന്നേ. ഇപ്പൊ അവിടെ നിന്ന് താനെങ്ങനെ ഇവിടെ? ചേട്ടാ ഇത് വലിയ പുലിബാലല്ല. എന്റെ പുരയെന്ന് ആത്തുക്കും പുറത്തേക്കും പോകാൻ നിങ്ങൾ അനുവാദം വേണം. എന്താ അർജന്റായി വിളിപ്പിച്ചേ? തന്റെ സൗന്ദര്യം കാണാൻ. താൻ എന്താ പറഞ്ഞത്? എനിക്ക് വട്ടാണെന്നല്ലേ? സാഹിബിന്റെ വേഷത്തിൽ വന്നത് അബൂബക്കറാണെന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നെ കളിയാക്കി. എന്നിട്ടിപ്പോ എന്തായോ കോപ്പേ? എന്താ അബു ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. അവനെ കാണാനാ ഭാര്യ പെണ്ണ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് നൂറുദ്ദീന്റെ ഫോൺ വന്നു. എന്താ ഈ പറയുന്നേ? ജയിലേജിയായിരുന്ന എന്റെ പ്രസൻസിലല്ലേ അവനെ തൂക്കിയത്. ഇനിയിപ്പോ അവനെപ്പോഴുള്ള മറ്റാരെങ്കിലും ആയിരിക്കുമോ? എന്തായാലും അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്നോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. താൻ വെറും പോലീസായി പോയി. തലയെ കളിമണ്ണും മുഖത്ത് കരിവാരി തേച്ച പോലെ കപ്പടാമീശയം വെച്ച് നടക്കുകയല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കോടതി തൂക്കിക്കൊന്ന അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായ കൈകളുണ്ടാവും. ജീവമരണ പോരാട്ടം നടത്തിയിട്ടാ നമ്മൾ ഈ അബുവിനെ കുടിക്കിയത്. അബൂബക്കർ ജീവിച്ചിരുന്ന ദാദാ സാഹിബും മകനും നമ്മുടെ അന്തകരായിരിക്കും. അതോർത്തോ? നമുക്ക് സപ്പർ വിവരം അറിയിച്ചാലോ? എങ്കിൽ പിന്നെ ബാബുവിന്റെ ഗതിയായിരിക്കും നമുക്കും. റോഡിൽ കിടന്ന് ചാവേണ്ടി വരും. വേണ്ട, ഇതിന് പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തും. ഇനി കളി തുടങ്ങിയേ പറ്റൂ. കലാശക്കളി. എന്തായാലും അവളുടെ കൂടെ വണ്ടിയിൽ നൂറുദ്ദീനും ഉണ്ടല്ലോ. പറയാൻ പോലീസിനെയും കോടതിയെയും കൊലമരത്തെയും വെട്ടിച്ച് മിടുക്കിനെ നടക്കില്ല എന്റെ പുന്നാര മോൻ. അവൻ എവിടെ ഉണ്ടെന്ന് തന്നെ കൊല്ലണമെന്ന് ഞങ്ങൾക്ക് വാശിയൊന്നുമില്ല. തന്നെ ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലും. അബു എവിടെയുണ്ട്? മുണ്ടാണ്ടിരി നമുക്ക്. അന്റെ ഉപ്പുപ്പാന്റെ ഉപ്പ പോയാച്ച എന്നെ കൊണ്ടത് പറയിക്കാൻ കഴിയൂല. ഈയൊക്കെ ഊസ്തുള്ള ആൺകുട്ടികളാണെങ്കിൽ ഈ കെട്ടൊന്ന് അയച്ചു വിടറോ, അപ്പ കാണാൻ കയ്യാങ്കളി. ഞനക്കൊന്നും എന്റെ മോനെ തൊടാൻ കഴിയൂല. അന്റെയൊക്കെ ജീവൻ എടുക്കാണ്ട് ദാദാ സാഹിബന്റെ മോൻ മടങ്ങൂല. യോയ്ക്കോളി കൊണ്ടുവന്നിട്ടുണ്ട്. കറിയാച്ചാ, അന്ത്യാഭിലാഷം വല്ലതുണ്ടെങ്കിൽ ഇപ്പം പറയണം. മനസ്സിലായില്ലേ? ഈ അന്ത്യാഭിലാഷമേ ചാകുന്നതിന് മുമ്പ് വല്ല നെയ്ച്ചോറോ ബിരിയാണോ എന്തെങ്കിലും കഴിക്കണമെന്ന്. എന്താ കറിയാച്ചന് പേടിയുണ്ടോ മരിക്കാൻ? ഇതൊരു സുഖമുള്ള ഏർപ്പാടാ. കഴുത്തിൽ കൊലക്കേറി വീഴുമ്പോഴുള്ള സുഖം അനുഭവിച്ചറിയേണ്ടതാ. ഞാനത് അനുഭവിച്ചതാ കറിയാച്ച. അത് കണ്ട് കറിയാച്ചൻ ഒരുപാട് ചിരിച്ചതല്ലേ? ഒക്കെ എന്റെ ബുദ്ധിമോശ. എന്നെ കൊല്ലല്ലേ അബു, എന്നെ കൊല്ലല്ലേ. കറിയാച്ചന് ജീവിക്കാൻ മോഹമുണ്ടല്ലേ? എന്റെ പൊന്നബൂക്കറെ, എനിക്ക് ജീവിക്കണം. എന്നെ കൊല്ലല്ലേ. എങ്കിൽ പറ, ആരാണ് സപ്പർ? എന്റെ പാറ മാതാവാണ്. എനിക്ക് സപ്പറിനെ അറിയില്ല. മുഹമ്മദ് കുട്ടിക്ക് മാത്രമേ അയാളെ അറിയാവൂ. തെറ്റുകൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വഴിക്ക് കോടിക്കണക്കിന് ഞാൻ സമ്പാദിച്ചിട്ടുമുണ്ട്. അതെല്ലാം ഞാൻ നിനക്ക് തരാം. എന്റെ ജീവൻ മാത്രം എനിക്ക് തിരിച്ചു തരണം. നിന്റെ ജീവൻ നിനക്ക് തിരിച്ചു വേണമല്ലേ? തരാം. പകരം തളിയുരമ്പലത്തിൽ വെന്തു മരിച്ച നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ? എന്റെ ആയിഷമോളുടെ ജീവൻ നീ തിരിച്ചു തരുവോ? തൊട്ടപ്പുറത്തെ മുറിയിൽ പിച്ച് ചിന്തിയിട്ടിരിക്കുന്ന എന്റെ ആതിരയുടെ ജീവൻ നീ തിരിച്ചു തരുവോ? തരുവോ? പിറന്ന നാടിന്റെ മാറിൽ കുഴിബോംബുകൾ പാകി
കൂടപ്പിറപ്പുകളെ ചുട്ടരിക്കാൻ ശത്രുരാജ്യത്തിന്റെ വിഹിതം പറ്റിയവനാണ് നീ. നിന്റെ ആ ദുഷിച്ച നാവുകൊണ്ട് തന്നെ വിളിക്ക്. വന്ദേ മാതരം വിളിക്കടാ. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. പെൺകുട്ടികളുടെ കയ്യിലിരിക്കുന്ന ബൊക്കകളിലും അതിശക്തമായ ബോംബുകൾ ഉണ്ടായിരിക്കും. ഈ പിഞ്ചു കുട്ടികളുടെ കയ്യിൽ തന്നെ കൊടുക്കണോ ബോംബ്? ജിഹാദ് കെ നാം പർ നന്നെ ബच्चों की हत्या? इतनी सेंटिमेंट्स की क्या जरूरत है आमिर खान? ഇന്ത്യ മൊത്തം ചുട്ടുകരിക്കാൻ അച്ചാരം വാങ്ങിയ നമുക്ക് പിന്നെ എന്തിനാ ഈ 50 കുട്ടികളോടൊരു സഹതാപം? 1000 2000-ഓളം പേർ നാളെ ഈ സ്റ്റേഡിയത്തിൽ മരിച്ചു വീഴും. ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തുന്നവരിൽ ഗവർണറും ആഭ്യന്തരകാര്യമന്ത്രിയും IG സ്കറിയ സക്കറിയും ഒഴികെ മറ്റുള്ളവരെല്ലാം ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷികളാകും. വിദേശ ശക്തികളുടെ പിന്തുണയോടെ തീവ്രവാദികൾ നടത്തിയ മനുഷ്യക്കുരുതിയിൽ മനം നൊന്ത് ഗവർണർ റഹ്മത്ത് അലി നാളെ വൈകിട്ട് രാജിവെക്കും. നടക്ക്. രാജ്യദ്രോഹത്തിന് തൂക്കിലേറ്റിയല്ലേ ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു? അനങ്ങി പോകരുത്. ഒരടി മുന്നോട്ട് വെച്ചാൽ ആഭ്യന്തരമന്ത്രിയുടെ തല ചിന്നി ചിതറും. ഗോ ബാക്ക്. അടുത്ത് വരരുത്. ഇത് അബൂബക്കർ തന്നെ? അതെ, അബൂബക്കറാണ് ഞാൻ. രാജ്യദ്രോഹിയായ അബൂബക്കർ, പാകിസ്ഥാൻ ചാരനായ അബൂബക്കർ, നമ്മുടെ നിയമം നിർദ്ദയം തൂക്കിലിട്ട പഴയ പട്ടാളക്കാരൻ സുബേദാർ അബൂബക്കറാണ് ഞാൻ. പക്ഷേ ഞാൻ മരിച്ചില്ല. പരമോന്നത നീതിപീഠം ഇവിടെ ഈ മണ്ണിലല്ല, അതങ്ങ് മോളിലാണ്, അള്ളാഹുവിന്റെ സൗധത്തിൽ. അവിടെ നിന്ന് വെറുതെ വിട്ടു. തളിയൂർ അമ്പലത്തിലെ ബോംബ് സ്ഫോടനത്തിന്റെ യഥാർത്ഥ കഥ ആഭ്യന്തരമന്ത്രി മുഹമ്മദ് കുട്ടി നിങ്ങളോട് പറയും. എന്നിട്ട് നിങ്ങൾ അന്തിമ വിധി എഴുതണം. ദാദാ സാഹിബിന്റെ മകൻ രാജ്യദ്രോഹിയാണെങ്കിൽ ഇവിടെ ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഉറക്കെ ഉറക്കെ വിളിച്ചു പറ. മുഴുവൻ സത്യങ്ങളും വിളിച്ചു പറയണം. തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം. തളിയൂരമ്പലത്തിൽ ബോംബ് വെച്ചത് അബൂബക്കർ അല്ല. തൊട്ടുപോരുവന്. അബൂനെ കൊന്നുകൊണ്ട് മാത്രം ഈ രക്ഷപ്പെടൂല റഹ്മത്ത് അലി. ഈ ബാളിന് മയ്യത്തായ എന്റെ ബാപ്പന്റെ പ്രായണ്ട്. ലാഹോറിൽ ഒരിക്കല് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തോക്കിന്റെ മുമ്പെന്ന് എന്റെ ബാപ്പ ലഖാരിന്റെ ജീവൻ രക്ഷിച്ച ബാളത്. ഇന്നോ എന്റെ മോന്റെ മയ്യത്തെടുക്കാനും ദാദാ സാഹിബിന് ഈ ബാള് തന്നെ വേണ്ടി വന്നിക്കണ്. ദാദാ സാഹിബ്, ഞാൻ പറയുന്നത് അനുസരിക്ക്. ഞാൻ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാ. അപകടം കാണിക്കരുത്. കുറ്റം തെളിഞ്ഞാൽ മുഖം നോക്കാൻ നടപടിയെടുക്കാം. നിയമത്തിലും കോടതിയിലും വിശ്വാസമല്ലാണ്ടായ ഞാൻ നിങ്ങളെപ്പോലുള്ള നെറികെട്ട രാഷ്ട്രീയക്കാരെ വിശ്വസിക്കണ. ഇന്ന് ഓനെ വെറുതെ വിട്ട നാളെ നിങ്ങൾ നിയമവും രാഷ്ട്രീയവും കൂടെ ചേർന്ന് ഓനെ വീണ്ടും അധികാരത്തിൽ കയറ്റുമെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് ഉറപ്പുണ്ടാ? ആ കിടക്കണ നിങ്ങളെ പോലെ ഒരുത്തൻ നാട്ടിന്റെ നിയമവും സമാധാനവും കാക്കേണ്ട ഒരു മന്ത്രി നാട് തീർക്കാൻ ശത്രു രാജ്യത്തിന്റെ പൈസ വാങ്ങി 100 കണക്കിന് നിരവരാതിലെ ചുട്ടുവന്നില്ലേ അവൻ? സങ്കടമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി 50 കൊല്ലം കഴിഞ്ഞ എന്റെ നാടിനോർത്തേക്ക് സങ്കടമുണ്ട്. ഈ നാട്ടിന്റെ ദേശക്കുടി ത്രിവർണ പതാക അതിന്റെ മഹത്വം പോലും അറിയാത്ത നാണം കെട്ട രാഷ്ട്രീയക്കാരൻ നാടായിപ്പോ ഇന്ത്യ. ഇന്ത്യ ജീവിച്ച് മതിയായി. ഈ അവസാന നിമിഷത്തില് ഒന്നേ പറയാനുള്ളൂ. ജാതിയും മതവും നാട്ടു സ്നേഹവും തമ്മിൽ കൂട്ടിക്കുഴക്കരുത്. നാട്ടിൽ രസിക്കാൻ ജീവൻ കൊടുത്തനോ ആരായാലും ഓൻ ഏത് ജാതിക്കാരനായാലും ഓനെ നമ്മള് മനസ്സിൽ ചേർത്ത് വെക്കണം. അതേ സമയത്ത് ഈ റഹ്മത്ത് അലീനെ പോലുള്ള രാജ്യദ്രോഹികൾ ഓൻ ആരായാലും, ഗവർണറായാലും മന്ത്രിയായാലും പോലീസായാലും ഓലിക്ക് നമ്മൾ മാപ്പ് കൊടുക്കരുത്. ഈ ജമ്മ മൊയ്മനും നാട്ടിൽ നാട്ടാർക്കും വേണ്ടി ജീവിച്ചോനാ ഞാൻ. ഒരു നല്ല വാക്ക് കിട്ടിയിട്ടില്ല, കയ്യിലൊരു സങ്കടമില്ല. എന്നാലും നീ ഒരു നല്ല കാര്യം ചെയ്തിട്ടേ ഞാൻ മരിക്കൂ. അതിന് നിങ്ങളെല്ലാരും സാക്ഷികളാവണം. കൊല്ലും.
കൂടെ ചെയ്തു തീർത്തിട്ട് എന്റെ ബാപ്പ പോയി. പുറകെ പോകാൻ ഞാൻ തയ്യാറാണ്. അതിനു മുമ്പ് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ നിൽക്കുന്നവരോടൊരു വാക്ക്. സുബേദർ അബൂബക്കർ രാജ്യദ്രോഹിയല്ല. ദാദാ സാഹിബിന്റെ മോൻ രാജ്യസ്നേഹിയാണ്. പക്ഷെ നിയമത്തിന്റെ മുമ്പിൽ രാജ്യദ്രോഹിയായ അബൂബക്കർ ഇതാ കീഴടങ്ങുന്നു. ഇനി നിങ്ങൾക്ക് എന്നെ ഏത് തുറുങ്കിലും അടയ്ക്കാം, ഏത് കയറിലും കുറുക്കാം. സുബൈദർ അബൂബക്കറെ മരണം വരെ തൂക്കൂ. Hang me until death.